എന്തോ ഒരു പണി മണക്കുന്നുണ്ട്. പക്ഷേ ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഈ ഒരു വൈൽഡ് കാർഡ് എൻട്രി, മസ്താനി എന്ന് പറഞ്ഞൊരു വൈൽഡ് കാർഡ് എൻട്രി. ഇത് കിട്ടണത് നീ മേടിച്ചോ? നമ്മുടെ പേഴ്സണൽ കാര്യം എടുത്തിട്ട് നമ്മളുടെ അകത്ത് സംസാരിക്കുന്ന രീതിയിൽ അത് പുറത്ത് നല്ല രീതിയിൽ ചർച്ചയായ ആൾക്ക് ഇപ്പോഴും സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഫ്ലൈയിങ് ഓൾവേസ് അപ്പ് ഇൻ ദി എയർ. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. അപ്പോൾ ഒരു രീതിയിൽ ആള് ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ല ഓൾറെഡി തന്നെ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് പേഴ്സണൽ ആയിട്ട് അതാളെ ഗെയിം ആയിരിക്കാം പേഴ്സണൽ അറ്റാക്ക് ചെയ്യുന്നത്, പക്ഷെ അത് വീക്ക് ആയതുകൊണ്ടാണല്ലോ പുറത്തിറങ്ങിയത്. അവനവന്റെ കയ്യിലിരിപ്പിന്റെ ഗുണം അവനവൻ തന്നെ അനുഭവിച്ചു തരണം. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുക. മസ്താനി ഒരു വിഷമായിരുന്നു പുറത്തൊക്കെ കമന്റ്സും ഇതൊക്കെ വരുന്നുണ്ട്. അഹങ്കാരി, കുറച്ച് നെഗളിപ്പ് കൂടുതലാ. എന്തായിരുന്നു അതിന്റെ അകത്ത് എന്താ അനുഭവം? എനിക്ക് തോന്നിയ ഞാൻ മസ്താനോ പ്രതികരിച്ചില്ലേ, അപ്പൊ അതിൽ നിന്ന് ഞാൻ മനസ്സിലായിക്കൂടെ മസ്താനി എന്നെ എത്രത്തോളം ഹേർട്ടാക്കിയിട്ടുണ്ട് എന്ന്. അഴുക്കെന്ന് പറഞ്ഞാൽ വെറും അഴുക്ക, തന്തയേക്കാൻ മോശം. എല്ലാരും കൂടെ ശവത്തി കുത്താടാ. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശം അഭിപ്രായമാണ്. നമ്മളെന്തായാലും ബഹുമാനം കൊടുത്തിട്ട് തന്നെ ലാലേട്ടനോട് സംസാരിച്ചിട്ടുള്ളത്. ആരും മസ്താനിയൊക്കെ സംസാരിക്കുമ്പോഴത്തേനും പുള്ളിയുടെ വാക്കുകൾക്ക് ഒരു വില കൊടുക്കാത്ത രീതിയിൽ സംസാരിച്ചത് പലപ്പോഴും പറയുന്നുണ്ട്. ഇവളോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവൾ ഈ ജീൻസും കോപ്പും ഇട്ടിരിക്കുന്നേ ഉള്ളൂ, കുടുംബത്തിൽ വീട്ടിൽ കയറി കിടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അതൊരു ആദ്യമേ എല്ലാം ചിരിച്ചെടുത്തിട്ട് പിന്നീട് അതൊരു ഇഷ്യൂ ആക്കി മാറ്റാനുള്ള കാരണം എന്താ? ചിരിച്ചിട്ടില്ലായിരുന്നല്ലോ. ചിരിച്ചായിട്ട് വിഷലിനകത്ത് കാണുന്നുണ്ട്. വിഷ്വലിനകത്ത് ചിരിച്ച മാത്രങ്ങൾ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. ചളമായെന്നാ തോന്നുന്നു. അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്, ചളവാവും. ചിരിച്ച മാത്രങ്ങൾ കണ്ടത്, വേറെ ഒന്നും കണ്ടില്ല. ചിരിച്ചതായിട്ടാണ് കാണേണ്ടത്. ചിരിച്ച് എന്നിട്ട് വേറെ ഒന്നും കണ്ടില്ല. നിങ്ങള് ഇല്ല, കണ്ടിട്ടില്ല. ലൈവ് നോക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും. ഒന്നുകൂടി ചാടി നോക്കിയാലോ? വിവേക, നിനക്ക് കിട്ടിയത് പോരല്ലേ? അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം.